ഹായ്, എല്ലാവർക്കും ഇന്നത്തെ റേമയിലേക്ക് സ്വാഗതം. വചനത്തിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാം. നമ്മളങ്ങനെ ശ്രവിക്കുന്ന ഓരോ വചനത്തിനെയാണ് റേമാവചനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ റേമാവചനത്തിന് വേണ്ടി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ നിർമ്മലമാക്കി ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. കേൾക്കുന്ന വചനത്തിലൂടെ നമുക്ക് യേശുവിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യാം. നമുക്ക് പ്രാർത്ഥിച്ച് തുടങ്ങാം. പിതാവായ ദൈവമേ, വചനമാകുന്ന യേശുവിലൂടെ ഞങ്ങളടുത്ത് അങ്ങ് സംസാരിക്കണമേ. യേശുവാകുന്ന വചനത്തെ ശ്രവിക്കുവാൻ ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ ഈ സമയത്ത് ഞങ്ങൾക്ക് അനുവദിച്ചതിനോട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ യേശുവിനെ ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിക്കുവാനും ഞങ്ങളങ്ങ് പ്രത്യേകം ഒരുക്കുകയും ചെയ്യണമേ. നമുക്കെല്ലാവർക്കും മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അമ്മയോടുകൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വചനത്തിൻ്റെ അമ്മയായ മറിയമേ, ഞങ്ങളിൽ വചനം നിറയണമ നിരന്തരം അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വചനം കണ്ടെത്താം. നമ്മൾ വചനം കണ്ടെത്തുന്നത് ഈ ബൈബിളിൽ നിന്നാണ്. ഇതൊരു ഇംഗ്ലീഷിലുള്ള പോക്കറ്റ് എഡിഷൻ ബൈബിളാണ്. സുഭാഷിതങ്ങളും സങ്കീർത്തനങ്ങളും പുതിയ നിയമം മുഴുവനുള്ള ചെറിയൊരു ബൈബിൾ. ഇത്രയും ഭാഗത്തു നിന്നാണ് നമ്മൾ വചനം കണ്ടെത്തുന്നത്. നമ്മൾ കണ്ടെത്തിയ വചനം നമ്മൾ മലയാളത്തിൽ തന്നെയാണ് വായിക്കുന്നത്. മലയാളത്തിലുള്ള POCയുടെ മൊബൈൽ ബൈബിൾ ആപ്ലിക്കേഷൻ വെച്ചാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വചനം കണ്ടെത്താം. നമ്മളിതാ ഈ ഒരു ഭാഗത്തു നിന്നാണ് വചനം എടുക്കുന്നത്. മാർക്കോസ് എഴുതിയ സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യമാണ്. മാർക്കോസ് 5:15. അവർ യേശുവിൻ്റെ അടുത്തെത്തി. ലെഗിയോൻ ആവേശിച്ചിരുന്ന പിശാച് ബാധിതൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് കണ്ടു അവർ ഭയപ്പെട്ടു. പിശാച് ബാധിതനും പന്നികൾക്കും സംഭവിച്ചത് കണ്ടവർ അക്കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. തങ്ങളുടെ പ്രദേശം വിട്ടു പോകണമെന്ന് അവർ യേശുവിനോട് അപേക്ഷിച്ചു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. മാറില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർ മാറ്റം ഉണ്ടാകുമ്പോൾ നമുക്കത് അംഗീകരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ അംഗീകരിച്ചാൽ തന്നെ ഒരു ഭയത്തോട് കൂടിയിട്ടാണ് ആ കാര്യത്തെ കാണുന്നത്. കാരണം എന്താ, ഇത് സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം അത് അവരുടെ യുക്തിക്ക് അതീതമായൊരു കാര്യമാണ് അല്ലേ. യുക്തിക്ക് അതീതമായ കാര്യങ്ങൾ അംഗീകരിക്കാൻ മനുഷ്യർക്ക് പണ്ടേ ബുദ്ധിമുട്ടാണ്. അത്തരം ചെയ്യുന്ന ആൾക്കാർ അവർ ഭയത്തോടു കൂടി എടുക്കുക. അതായത് ഇപ്പോൾ ലോകം മുഴുവൻ പറഞ്ഞു ഈ അസുഖം മാറില്ല എന്ന് പറഞ്ഞു. ആ അസുഖം ഒരു ധ്യാനത്തിന് പോയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ദൈവവചനം കേട്ടിട്ടോ ഒക്കെ മാറിക്കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ അവർ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അവരെ ചോദ്യം ചെയ്യലായി, കുറ്റപ്പെടുത്തലായി, പിന്നെ തട്ടിപ്പാണെന്ന് പറയലായി, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയി അല്ലേ. അപ്പോൾ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. പക്ഷേ ദൈവം പ്രവർത്തിക്കുന്നവർ അല്ലെ, ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹം സിദ്ധിച്ചവർ പിന്നീട് ആ നാട്ടിലെ ദൈവപ്രഘോഷകരായി മാറുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇത്തരമൊരു സന്ദർഭത്തിലൂടെ കടന്നു പോകാം. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ.